നമസ്കാരം. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവരെല്ലാം മരിച്ചു. യുദ്ധത്തിൽ തൻ്റെ മക്കളെ വധിച്ച ഭീമനോട് ധൃതരാഷ്ട്രർക്ക് വലിയ ദേഷ്യമുണ്ടായി. വിജയിച്ച പാണ്ഡവരെ ആലിംഗനം ചെയ്യുമ്പോൾ ഭീമനെ വകവരുത്താൻ ധൃതരാഷ്ട്രർ ആഗ്രഹിച്ചു. ഏതു വസ്തുവിനെയും പൊടിപടലമാക്കാനുള്ള വരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഭീമനെ ആലിംഗനം ചെയ്യാൻ തുടങ്ങുമ്പോൾ അപകടം മണത്ത കൃഷ്ണൻ ആ സ്ഥാനത്ത് ഭീമൻ്റെ ഒരു പ്രതിമ വെച്ചു. ഉണ്ണി എന്ന് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് ധൃതരാഷ്ട്രർ പ്രതിമയെ ആലിംഗനം ചെയ്തു. അത് തവിട്ട് പൊടിയായി. അങ്ങനെയാണ് ധൃതരാഷ്ട്രാലിംഗനം എന്ന ശൈലി ഉണ്ടായത്. അതുപോലെ ഇങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്നാണ് വി.ഡി. സതീശൻ ഇന്നലെ രക്ഷപ്പെട്ടത്. സതീശനെ സഹായിക്കാൻ കൃഷ്ണനില്ലായിരുന്നെങ്കിലും സതീശൻ ബുദ്ധിമാനായതിനാൽ ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. രാജ്യവും കിരീടവും സൈന്യവുമെല്ലാം നഷ്ടമായി വലിച്ചു പിരിഞ്ഞ് വാടക വീട്ടിൽ കഴിയുന്ന പിണറായി വിജയനെ സന്ദർശിക്കാനായി സതീശൻ ചെല്ലുന്നു. മാധ്യമപ്പട പിന്നാലെ. ഉപചാരപൂർവ്വം സതീശനെ വരവേൽക്കാൻ പിണറായി വിജയൻ ഇറങ്ങി വരുന്നു. വീടിൻ്റെ പടികൾ കയറി ചെന്ന സതീശനെ പിണറായി വിജയൻ തൊഴുത് സ്വീകരിച്ചു. ഇരുവരും മാധ്യമങ്ങൾക്ക് അഭിമുഖമായി നിന്നു. ഫ്ലാഷുകൾ തുരുതുരാ മിന്നി. സതീശൻ്റെ ഇടതുകൈയിൽ പിടുത്തമിട്ട പിണറായി വിജയൻ ആവുന്നത്ര ശക്തിയിൽ മേൽപോട്ട് പിടിച്ച് പൊക്കാൻ ശ്രമിച്ചു. അപകടം മണത്തെറിഞ്ഞ സതീശൻ തൻ്റെ വലത് കൈ കൊണ്ട് ആ ശ്രമം തടഞ്ഞു. ആ മനോഹരമായ ചിത്രം ഇന്ന് മലയാള മനോരമയുടെ മുൻ പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തോൾപ്പലകയ്ക്കുമേൽ സതീശൻ്റെ കൈ പിണറായി പിടിച്ച് പൊക്കിയിരുന്നെങ്കിൽ സതീശൻ്റെ അപകടം അവിടെ തുടങ്ങുകയായി. സതീശൻ ആപത്ത് മനസ്സിലാക്കിയത് എങ്ങനെയെന്നാണ് ഇപ്പോൾ ആരാധകരും ശാസ്ത്രലോകവും കമ്മികളുടെ ലോകവും അത്ഭുതപ്പെടുന്നത്. വരാൻ പോകുന്ന ഭൂകമ്പങ്ങളും മറ്റും മുൻകൂട്ടി അറിയാൻ ചില പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക് കഴിയാറുണ്ട്. അതുപോലെ എല്ലാം മുൻകൂട്ടി കാണാനുള്ള കഴിവ് ജഗദീശ്വരൻ സതീശന് കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയൻ്റെ കൈപിടിച്ചുയർത്തൽ ഒരു അപശകുനമായിട്ടാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെല്ലാം കണ്ടുവരുന്നത്. പ്രചാരണത്തിന് വിജയൻ വരുന്നുവെന്ന് കേൾക്കുമ്പോഴേ സ്ഥാനാർത്ഥികൾക്ക് അങ്കലാപ്പാണ്. പക്ഷേ എന്തു ചെയ്യാൻ, വിധിക്ക് കീഴടങ്ങാനേ അവർക്ക് നിവൃത്തിയുള്ളൂ. ഒരു നിമിഷ നേരം പിണറായി ചിന്തിച്ചു പോയി കാണും താൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണെന്ന്. പിണറായി പേരാവൂരിൽ ചെന്ന് കൈപിടിച്ച് പൊക്കിയപ്പോഴേ ശൈലജ അപകടം മണത്തതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി കൈപിടിച്ച് പൊക്കുമ്പോൾ CPM സ്ഥാനാർത്ഥികൾ മരം കൊണ്ട് നിർമ്മിച്ച ഒരു കൃത്രിമ കൈ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം. മരവും മാംസവുമൊന്നും തിരിച്ചറിയാത്ത പിണറായി പൊക്കിയിട്ടങ്ങ് പൊക്കോളും. നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും. താൻ ആരുടെ കൈപിടിച്ച് പൊക്കിയാലും അവൻ്റെ രാഷ്ട്രീയ അധോഗതിയായിരിക്കുമെന്ന് പിണറായിക്ക് നല്ലതുപോലെ അറിയാം. തോൽപ്പിക്കാനോ കഴിഞ്ഞില്ല. പകരം സതീശൻ്റെ കൈ പിടിച്ച് പൊക്കി തൊലയ്ക്കാനായിരുന്നു പദ്ധതി. പിണറായിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കാനായിരുന്നു സതീശൻ ചെന്നത്. ഒരർത്ഥത്തിൽ ഈ മഹാഭാഗ്യം സമ്മാനിച്ചത് രാഷ്ട്രീയ അന്ധനായ ഈ ധൃതരാഷ്ട്ര തന്നെയാണ്. ആ പാദങ്ങളിൽ തൊട്ടാലും വലിയ തെറ്റില്ല. പക്ഷെ നിവരാൻ കഴിയാത്ത തരത്തിൽ അനുഗ്രഹിച്ച് സ്തംഭിപ്പിച്ച് കളയും. എന്തായാലും PBയുടെ തീരുമാനത്തിന് വിടാതെ സ്വന്തം നിലയ്ക്ക് പിണറായി ബ്യൂറോ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവ്, ഞാനല്ലാതെ മറ്റാരു സഖാക്കളെ നിങ്ങളെ ബാക്കി കൂടി മുടിക്കാൻ. ശരിക്കും പിണറായി ചെയ്യുന്നത് വിപ്ലവത്തിൻ്റെ വംശഹത്യയാണ്. പക്ഷേ അടിമകൾ ഇപ്പോഴും അവദാനങ്ങൾ പാടുകയാണ്. പാർട്ടി എടുത്ത് നിലത്തടിച്ചിട്ടും പിണറായി തന്നെ ഞങ്ങളുടെ രക്ഷകനെന്ന് പറയാനുള്ള നേതൃത്വത്തിൻ്റെ വിശാലമായ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. എന്തായാലും പിണറായി വിജയനെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചിട്ട് വന്ന സതീശൻ കുറേ തീരുമാനമങ്ങ് എടുത്തു. എനിക്ക് വാഹന വ്യൂഹം വേണ്ട. ഞാൻ അങ്ങനെ വലിയ വാഹനങ്ങളുടെ അകമ്പടിയിൽ പോകുമ്പോൾ ജനങ്ങൾ എന്നെ നോക്കി കളിയാക്കി ചിരിക്കില്ലേ? അത് ശരിക്കും പിണറായി വിജയനിട്ട ഒരു കുത്തായിരുന്നു. പൈലറ്റ് ഫണ്ട് മാത്രം മതി, പുതിയ കാറും വേണ്ട എന്നിങ്ങനെയുള്ള തീരുമാനങ്ങളും സതീശൻ എടുത്തു. ദയവായി പിണറായി വിജയൻ കയറി നാടാകെ ശാപം വിതച്ച ആ കറുത്ത കാറിൽ സതീശൻ കയറരുത്. അഥവാ കയറേണ്ടി വന്നാൽ അതിലൊരു ഉച്ചാടനമോ ആവാഹനമോ നടത്തി പിണറായി ബാധയെ ഉള്ളിൽ നിന്നും ഒഴിപ്പിച്ച് കളയണം. വലിയ മോഹമുള്ള ഒരു മനുഷ്യനാണ്. ആഗ്രഹം ബാക്കി നിന്നാൽ നമുക്കാണ് കുഴപ്പം. പിണറായിയുടെ ഒരു നിശ്വാസം പോലും ആ വണ്ടിയിൽ എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് നിങ്ങളെ ബാധിച്ചേക്കും. അല്ലെങ്കിൽ തന്നെ അര പിണറായിയാണ് സതീശൻ എന്നൊരു പറച്ചിലുണ്ട്. ആ ബാധയെങ്ങാനും കയറിയാൽ തീർന്നു. അരനിമിഷം കൊണ്ട് നിങ്ങളല്ലാതാകും. പിണറായിക്ക് അകമ്പടിയായി ഓടിയ 44 വണ്ടികൾ വേണ്ടെന്ന് വെച്ചാൽ തന്നെ പ്രതിമാസം കോടിക്കണക്കിന് രൂപ നമുക്ക് ലാഭിക്കാം. ആ ഹെലികോപ്റ്റർ ഉടൻ തന്നെ പറഞ്ഞു വിട്ടാൽ പ്രതിവർഷം 25 കോടി ലാഭിക്കാം. ആ കാശുമതി ആശുപത്രിയിലേക്ക് പഞ്ഞിയും പാരസെറ്റമോളും വാങ്ങാൻ. എന്തായാലും ഇനി കാണാൻ പോകുന്ന നിയമസഭ നല്ല ജോറായിരിക്കും. പിണറായിയും സതീശനും പരസ്പരം കസേരകൾ വെച്ചു മാറി. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന ചെന്നിത്തല ഒരിക്കൽ സംബോധന ചെയ്തത് സുഹിക്കാത്ത പുള്ളിയാണ് പിണറായി വിജയൻ. മിസ്റ്റർ ഓപ്പോസിഷൻ ലീഡർ എന്ന് വിളിച്ചാൽ എന്താകും അപ്പോൾ കഥ? പ്രതിപക്ഷത്തിരുന്നപ്പോൾ മനുഷ്യജീവിതം തൊട്ടറിയാത്ത പിണറായി
എന്ത് പ്രതിപക്ഷ ധർമ്മമാണ് നാളെ നിർവഹിക്കാൻ പോകുന്നത്? എന്തായാലും ഒന്നിൻ്റെ സ്ഥാനത്ത് 3 BJP MLA-മാരെയും 3 വർഗവഞ്ചകരെയും നിയമസഭയ്ക്ക് സപ്ലൈ ചെയ്ത മഹാനാണ് പിണറായി വിജയൻ. എത്ര പേരാണ് ഈ മനുഷ്യനോട് നന്ദി പറയേണ്ടത്? വർഗവഞ്ചകർ പിണറായി വിജയൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ ജോറായിരിക്കും. സഭയിൽ ഒന്നും പറയാനില്ലാത്ത പിണറായി കൈപൊക്കി കാണിച്ചിട്ട് എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയും. മടിക്കുത്തഴിച്ചിട്ട് കനമില്ലെന്ന് പറയും. ഇനി അത് നിറച്ചു കൊടുക്കേണ്ട ബാധ്യതയും നമ്മൾക്കാണ്. അല്ലാതെ ഈ നാടിൻ്റെ എന്തു പ്രശ്നത്തിന് പിണറായി വിജയൻ പരിഹാരം കാണാനാണ്? നാളെ മുതൽ ഡിഫി കുഞ്ഞുങ്ങൾക്ക് പണിയായി. കറുത്ത PVC പൈപ്പിന് വില കൂടും. അറ്റത്തൊരു കൊടിയും കെട്ടി അവർ ഇറങ്ങുകയായി. സ്തംഭിപ്പിക്കുമെന്ന വാക്കുകളിന് നിരന്തരം മുഴങ്ങും. ഹർത്താലുകൾ മാസം 3 എണ്ണം വീതം നടത്തും. വയനാട്ടിലെ വീടുകളിൽ ഇനിയും താമസിച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി അവർ സമരം ചെയ്യും. ആശമാരുടെ വേതന വർധനവിനായി സമരം ചെയ്യും. ആശുപത്രികളിലെ അനാസ്ഥകൾക്കെതിരെ സമരം, നിയമന നിരോധനത്തിനെതിരെ സമരം, പോലീസ് ലാത്തിചാർജിനെതിരെ സമരം, വില വർധനവിനെതിരെ സമരം, ഇന്ധന സെസ് കുറയ്ക്കാൻ സമരം. സമരങ്ങളെ പുളകങ്ങളാക്കുന്ന സഖാക്കളിനി മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു നിലവിളിയുണ്ട്. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം തന്നെ സമരം തുടങ്ങാനാണ് സാധ്യത. മഹിളാ മോർച്ചകൾ ഇന്നലെ തന്നെ സമരം തുടങ്ങിക്കഴിഞ്ഞു. അവർക്ക് ഇന്നലെ മുതൽ സൗജന്യ യാത്ര വേണമത്രേ. വകതിരിവില്ലാത്ത വർഗമായി നമ്മൾ കരുതിയിരുന്നത് അന്തങ്ങളെയായിരുന്നു. അതിനും ഒരുപടി മുമ്പിലായിപ്പോയി മഹിളാ മോർച്ച. 100 പേര് രാവിലെ ഇറങ്ങിയിരിക്കുകയാണ് പൊട്ടും തൊട്ട് അവർക്ക് കോവളത്തിന് പോകണമെന്ന്. ടിക്കറ്റ് എടുക്കില്ല, എടുത്താൽ തന്നെ കാശ് കൊടുക്കില്ല. ഒരു പാവം വനിതാ കണ്ടക്ടറുടെ കയ്യിൽ നിന്നും 10,000 രൂപ അങ്ങ് പോയി. ആ പാവം പിടിച്ച സ്ത്രീ ജോലി ചെയ്യാൻ ഇറങ്ങിയതായിരുന്നു. ഇവർ ഓസിന് കോവളത്തിന് പോകാനും. ഉള്ളിസുര മുൻപ് പറഞ്ഞ പ്രകാരം പെട്രോളിന് 50 രൂപയായിട്ട് എത്രയോ കാലമായി. തോമസ് ഐസക് പ്രഖ്യാപിച്ച് 85 രൂപയുടെ കോഴിയെ തിന്നു കഴിഞ്ഞോ ഈ മഹിളാമണികൾ? ഒരു സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം മാത്രമേ അതിൻ്റെ നയപരിപാടികൾ നടക്കൂ എന്നറിയാത്ത വിഡ്ഢികളായിപ്പോയോ ഈ മഹിളാ മോർച്ചക്കാർ? ഈ BJP വനിതകൾ തന്നെയാണ് പാലക്കാട്ട് ശോഭാ സുരേന്ദ്രനെ ഒരു പരുവത്തിലാക്കിയത്. 3 സീറ്റ് 30 വിവരം കെട്ട സമരങ്ങൾ കൊണ്ട് കഴിയില്ല. അത് വീണ്ടും 0 നിങ്ങളുടെ സമരം കൊണ്ട് കഴിയൂ. എന്തായാലും കഴിഞ്ഞ ഓണത്തിന് പിണറായി വിളിച്ച് സതീശന് സദ്യ കൊടുത്തു. ഇത്തവണ സതീശൻ പിണറായിയെ ഊട്ടും. എന്തായാലും പിണറായിക്ക് കുശാലാണ്. ഇത്രയും ജഗജില്ലനായ ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടിയത് തന്നെ ഭാഗ്യമാണ് സതീശന്. മുട്ടുന്നെങ്കിൽ ഇരട്ടച്ചങ്കനോട് മുട്ടണം. ഒരു ചങ്കിൽ നിന്നും പുക വരും, മറ്റേ ചങ്കിൽ നിന്നും വെടി വരും. ഇത്തവണ സഭ പ്രക്ഷുബ്ധമാക്കി ചവിട്ടിപ്പൊളിക്കാൻ പ്രാപ്തിയുള്ള വിപ്ലവ സിംഹങ്ങൾ ഇല്ലാതെ പോയി. ശിവൻകുട്ടിയുടെ കുറവാണ് അപരിഹാര്യമായ നഷ്ടം. തോറ്റുകഴിഞ്ഞാൽ ഞങ്ങൾ ജനങ്ങളിലേക്ക് പോയി ഊർജം വലിച്ചെടുക്കുമെന്നായിരുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം P. രാജീവ് നിയമസഭയിൽ പറഞ്ഞത്. നീ ശരിക്കും വലിച്ചെടുത്തിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് ജനം രാജീവിനെ വലിപ്പിച്ചൻ കയ്യിൽ കൊടുത്തു. വിവരദോഷമാണെങ്കിലും അച്ചടി ഭാഷയിൽ പറയുന്ന ആ പൂമരനെങ്കിലും സഭയിലുണ്ടായിരുന്നെങ്കിൽ പിണറായിക്ക് രക്ഷയായേനെ. ജയിക്കാത്ത ഒരാളെ സഭയിലേക്ക് ദത്തെടുക്കാനുള്ള ഏതെങ്കിലും നിയമമുണ്ടോ ഇവിടെ? പാവം പിടിച്ച കക്ഷികൾക്ക് കേസ് നടത്താൻ കോടതി അമിക്കസ് ക്യൂറിയെ കൊടുക്കും പോലെ. 99 പേരുടെ ബലത്തിൽ രാജാവായ പിണറായി ഇതാ വിധിയുടെ കയ്യിലെ കളിപ്പാവയായി മാറിയിരിക്കുന്നു. എന്നിട്ടും പാവം കമ്മികൾ ആ മനുഷ്യനെ വെറുക്കുന്നുണ്ടോ? അന്തങ്ങൾ വെളിച്ചമേ നയിച്ചാലുമെന്ന് പറഞ്ഞ് പിണറായിയെ വരവേൽക്കുന്നു. ഇനി പറയൂ സുഹൃത്തെ, പിണറായി വിജയൻ ഒരു പരാജയപ്പെട്ട മനുഷ്യനാണോ?